ഖത്തറിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പട്ടണമായ ഷമാലിലേക്കുള്ള യാത്രയിൽ അൽ ഫുവൈറിയാത്ത് എന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അൽ ഫുവൈറിയാത്ത് ഒരു കോസ്റ്റൽ പട്ടണമാണ്. കടലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിരവധി പഴയ കെട്ടിടങ്ങൾ കാണാം. എല്ലാം നശിക്കപ്പെട്ട രീതിയിലാണുള്ളത്. അൽ ഫുവൈറിയാത്തിൽ മനോഹരമായ ഒരു ബീച്ച് പ്രദേശമുണ്ട്. ശാന്തതയും പ്രകൃതി സൗന്ദര്യവും കാരണം ഇത് ഖത്തറിലെ ഏറ്റവും സുന്ദരമായ കടൽത്തീരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഖത്തറിന്റെ വടക്ക് കിഴക്കൻ തീരത്ത് അൽക്കോർ നഗരത്തിന്റെ വടക്ക് ഭാഗത്താണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. ദോഹയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. പ്രധാന ആകർഷണം നീണ്ട വെളുത്ത കടൽ തീരവും നീല പച്ച നിറമുള്ള വെള്ളവുമാണ്. സാധാരണയായി ആളുകൾ ഇവിടെ കുടുംബസമേതം സമയം ചെലവഴിക്കാനായി എത്താറുണ്ട്. നീന്തൽ, പിക്നിക്, ക്യാമ്പിംഗ്, ഫോട്ടോഗ്രാഫി തുടങ്ങി ശാന്തമായ വിശ്രമത്തിനും ആളുകൾ ഇവിടെ എത്തുന്നു. ദോഹയിലെ തിരക്കേറിയ ബീച്ചുകളേക്കാൾ ഇത് വളരെ ശാന്തമാണ്. ഇടവഴിയിൽ നിന്നും പ്രധാന ഹൈവേയിലേക്ക് കയറി യാത്ര തുടർന്നു. കടലാമകളുടെ സംരക്ഷിത പ്രദേശമാണ് അൽ ഫുവൈറിയാത്ത്. ഈ ഭാഗത്ത് ആമകൾ പ്രധാനമായി എത്തി മുട്ടയിടുന്നു. സാധാരണയായി ഏപ്രിൽ ജൂലൈ മാസങ്ങളിലാണ് ആമകൾ മുട്ടയിടുക. അതിനാൽ ചില ഭാഗങ്ങൾ പ്രവേശനത്തിനായി അടച്ചിരിക്കുന്നത് കാണാം. ആ ഭാഗത്തേക്ക് നമ്മൾക്ക് പ്രവേശനമില്ല. പ്രകൃതിയുടെ മനോഹാരിതയാണ് ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത. തെളിഞ്ഞ വെള്ളവും മൃദുവായ മണലും ഈ ഭാഗത്തുണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷമാണിവിടെ. അതിനാൽ തന്നെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഭാഗം വളരെ അനുയോജ്യമാണ്. വാരാന്ത്യത്തിലുള്ള യാത്രകൾ, ബീച്ച് ക്യാമ്പിംഗ്, ബാർബിക്യൂ കൂട്ടായ്മകൾ, സൂര്യോദയം, സൂര്യാസ്തമയം തുടങ്ങിയവ നിരീക്ഷിക്കൽ, ശാന്തമായി കുറേ സമയം വിശ്രമിക്കൽ തുടങ്ങി ഏതൊരു ആക്ടിവിറ്റിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അൽ ഫുവൈറിയാത്ത്. ദോഹയിൽ നിന്നും മറ്റും നിരവധി ആളുകളാണ് ദിവസവും ഇത്തരം കാര്യങ്ങൾക്കായി ഇവിടെ എത്തിച്ചേരുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ മികവും എടുത്തു പറയേണ്ടതാണ്. അൽ ഫുവൈറിയാത്തിൽ ഫുവൈറിയാത്ത് കൈറ്റ് ബീച്ച് റിസോർട്ട് എന്നൊരു സ്ഥാപനമുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് ഒരു സാധാരണ പട്ടം പറത്തുന്നതിനുള്ള സ്ഥലമല്ല. ഇത് പ്രധാനമായും കൈറ്റ് സർഫിംഗ് എന്ന ജലകായിക വിനോദത്തിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൈറ്റ് സർഫിംഗ് പരിശീലനം, അതിനുള്ള ഉപകരണങ്ങൾ, മറ്റ് പ്രൊഫഷണൽ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. വലിയ കൈറ്റ് ഉപയോഗിച്ച് ബോർഡിൽ വെള്ളത്തിന്മേൽ സ്ലൈഡ് ചെയ്യുന്ന വിനോദമാണിത്. ഫുവൈറിയാത്തിലെ പ്രധാന ബീച്ചിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രധാന റോഡിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണിത്. കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ഈ ഭാഗത്തേക്ക് എത്താം. ആഴം കുറഞ്ഞ കടലാണ് ഇവിടുത്തെ പ്രത്യേകത. ദിവസവും നിരവധി ആളുകളാണ് ഈ ഭാഗത്ത് തമ്പടിക്കാനായി എത്തുന്നത്. ഇന്നും ഇവിടെ നിരവധി സന്ദർശകരുണ്ട്. അവരുടെ വാഹനങ്ങളാണ് ഈ കാണുന്നത്. വലിയ കാരവാനുകളും മറ്റെല്ലാ സംവിധാനങ്ങളുമായി എത്തിയവർ. അവർ ഇവിടെ തമ്പടിക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, കുട്ടികൾ കളികളിൽ ഏർപ്പെടുന്നു, ചിലർ സർഫിംഗ് നടത്തുന്നു. ഇരുഭാഗത്തും കടൽവെള്ളം കയറിക്കിടക്കുന്ന മധ്യഭാഗത്ത് ഒരു ചാലുപോലെ മുന്നോട്ടുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നിരവധി വാഹനങ്ങൾ ദിവസവും ഇതുവഴി കടന്നു പോകുന്നതിനാൽ ഈ ഭാഗത്തെ മണ്ണ് നന്നായി ബലപ്പെട്ടിരിക്കുന്നു. അതിനാൽ വാഹനം മണലിൽ താഴ്ന്നു പോകും എന്നുള്ള ഭീതിയില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇന്നൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ്. കൂടാതെ വെള്ളിയാഴ്ച അവധി ദിവസമായതിനാൽ നിരവധി പേർ ഈ ഭാഗത്ത് ഇന്ന് എത്തിയിട്ടുണ്ട്. വന്ന വഴിയിലൂടെ തന്നെ ഞങ്ങൾ കാർ തിരികെ വിടുകയാണ്.
അൽ ഫുവൈരിയാത്ത് ഖത്തറിലെ പഴയ തീരഗ്രാമങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ മത്സ്യബന്ധനവും മുത്തുവേട്ടയും ഇവിടെ ജീവിക്കാനുള്ള പ്രധാന മാർഗങ്ങളായിരുന്നു. എണ്ണ കണ്ടെത്തുന്നതിന് മുൻപുള്ള ഖത്തറിലെ സമ്പദ് വ്യവസ്ഥയിൽ ഇത്തരം ഗ്രാമങ്ങൾ നിർണായകമായ പങ്കാണ് വഹിച്ചിരുന്നത്. ഈ പ്രദേശത്ത് പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ, പള്ളികൾ, കിണറുകൾ തുടങ്ങിയവയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഖത്തറിലെ പരമ്പരാഗത ജീവിത രീതിയും നിർമ്മാണ ശൈലിയും വ്യക്തമാക്കുന്നു. ചുണ്ണാമ്പ് കല്ല് ഉപയോഗിച്ചുള്ള ലളിതമായ നിർമ്മാണ രീതികൾ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഖത്തറിൽ എണ്ണ വ്യവസായം വളർന്നപ്പോൾ ജനങ്ങൾ ഇത്തരം ഗ്രാമങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് കുടിയേറി. പരമ്പരാഗത തൊഴിലുകൾ കുറയാൻ തുടങ്ങി. പല തീരഗ്രാമങ്ങളും ഉപേക്ഷിക്കപ്പെട്ടു. അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമം തന്നെയാണ് അൽ ഫുവൈരിയാത്തും. ഇന്നത്തെ അൽ ഫുവൈരിയാത്തിന് പ്രകൃതിപരമായി വളരെ പ്രാധാന്യമുണ്ട്. ഹോക്സ്ബിൽ ആമകൾ മുട്ടയിടുന്ന തീരമാണിത്. ഒരു ആധുനിക വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഇപ്പോൾ അൽ ഫുവൈരിയാത്ത് പ്രസിദ്ധമാണ്. ക്യാമ്പിംഗ്, ഓഫ് റോഡ് യാത്രകൾ, കൈറ്റ് സർഫിംഗ്, കുടുംബ സഞ്ചാരം, ഫോട്ടോഗ്രാഫി തുടങ്ങിയ ചരിത്രവും പ്രകൃതിയും ചേർന്ന വിനോദാനുഭവം നൽകുന്ന ഒരു സ്ഥലമായി അൽ ഫുവൈരിയാത്ത് മാറിയിരിക്കുന്നു. ഇടവഴിയിൽ നിന്നും കാർ വീണ്ടും ഹൈവേയിലോട്ട് കയറി. ഇനി നമ്മൾ പോകുന്നത് അൽ ഷമാൽ എന്ന പട്ടണത്തിലേക്കാണ്. അൽ ഷമാൽ ഖത്തറിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. അതിന്റെ ചരിത്രം പഴയ ഖത്തറി തീരഗ്രാമങ്ങളുടെയും സമുദ്ര പാരമ്പര്യത്തിന്റെയും കഥയുമായി ചേർന്നതാണ്. ഷമാൽ എന്നത് അറബിയിൽ വടക്ക് എന്ന അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഖത്തറിന്റെ വടക്കൻ മേഖലകളെ മുഴുവൻ സൂചിപ്പിക്കുന്ന ഒരു പേരായി ഇത് ഉപയോഗിക്കപ്പെട്ടു. ഇത് ഒരു നഗരത്തേക്കാൾ ഒരു വിശാല പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അൽ ഷമാൽ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അൽ ഷമാൽ പ്രദേശത്ത് നിരവധി പഴയ ഗ്രാമങ്ങളും കുടിയേറ്റ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നു. അവ പ്രധാനമായും അൽ റുവൈസ്, ഫുവൈരിയാത്ത്, അൽ അരീഷ് തുടങ്ങിയവയാണ്. ഇവയൊക്കെയാണ് പിന്നീട് അൽ ഷമാൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായത്. എണ്ണ കണ്ടെത്തുന്നതിന് മുൻപ് അൽ ഷമാൽ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതമാർഗങ്ങൾ മുത്തുവേട്ട, മത്സ്യബന്ധനം, കടൽ വ്യാപാരം തുടങ്ങിയവയായിരുന്നു. ഗൾഫ് മേഖലയിലെ സമ്പദ് വ്യവസ്ഥയിൽ ഈ പ്രവർത്തനങ്ങൾ നിർണായകമായിരുന്നു. കടലുമായി ചേർന്ന ജീവിത രീതിയാണ് പ്രദേശത്തിന്റെ സംസ്കാരത്തെയും സമൂഹത്തെയും രൂപപ്പെടുത്തിയത്. അൽ ഷമാലിലെ പഴയ ഗ്രാമങ്ങളിൽ കല്ലുകൊണ്ട് പണിത ലളിതമായ വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവയോട് ചേർന്ന് ചെറു കിണറുകളും പള്ളികളും ഉണ്ടായിരുന്നു. കുടുംബങ്ങളിലും ഗോത്രങ്ങളിലും ശക്തമായ ബന്ധം നിലനിന്നിരുന്നു. കാലാവസ്ഥയും കടൽ സീസണുകളും ജീവിതത്തിന്റെ താളം നിർണയിച്ചു. ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഖത്തറിൽ എണ്ണ വ്യവസായം വളർന്നപ്പോൾ ജനസംഖ്യ നഗരങ്ങളിലേക്ക് ഒഴുകി. പരമ്പരാഗത തൊഴിൽ കുറയാൻ തുടങ്ങി. മിക്കവാറും ഗ്രാമങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. ഇതോടെ അൽ ഷമാൽ പ്രദേശം കുറച്ചുകാലം ശാന്തവും ജനവാസം കുറവുള്ളതുമായ ഒരു മേഖലയായി മാറി. ഖത്തറിലെ ഭരണവ്യവസ്ഥ പുനഃസംഘടിപ്പിച്ചപ്പോൾ അൽ ഷമാൽ ഒരു മുനിസിപ്പാലിറ്റിയായി രൂപം കൊണ്ടു. ഇതിലൂടെ റോഡുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെട്ടു. ഗ്രാമങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിച്ചു. ഇന്ന് അൽ ഷമാൽ ഖത്തറിന്റെ വടക്കൻ പൈതൃക മേഖല എന്ന നിലയിൽ അറിയപ്പെടുന്നു. പഴയ സമുദ്രഭാഗങ്ങളുടെ കൂട്ടായ്മ, എണ്ണ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ, പിന്നീട് വന്ന അടിസ്ഥാന സൗകര്യ വികസനം എല്ലാം കൂടി ചേർന്നതാണ് ഇന്നത്തെ അൽ ഷമാൽ. വടക്കൻ തീരത്തിലെ പഴയ മത്സ്യബന്ധന ഗ്രാമമാണ് അൽ റുവൈസ്. ചെറിയ ഒരു തുറമുഖ പട്ടണമായ ഇവിടെ പരമ്പരാഗത ബോട്ടുകൾ, ശാന്തമായ കടൽ കാഴ്ച,
ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പോട്ട് എന്നിവയാണ് പ്രത്യേകതകൾ. ഖത്തറിലെ ഏറ്റവും പ്രശസ്തമായ പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായ യുനെസ്കോയുടെ പൈതൃക സ്ഥലവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രദേശമായ അൽ സുബാറ ഫോർട്ട് അൽ ഷമാൽ പട്ടണത്തിന് വളരെ അടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രതിരോധത്തിനും നിരീക്ഷണത്തിനുമായി നിർമ്മിച്ച നിരവധി കോട്ടകളുണ്ട്. പ്രധാനമായും ഇവ കടൽത്തീര സുരക്ഷ, കുടിയേറ്റങ്ങൾ സംരക്ഷിക്കൽ, ജലസ്രോതസ്സുകൾ കാക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. അൽ സുബ്ര കോട്ടയെ കൂടാതെ അൽ റുവൈസ് കോട്ട അൽ റുവൈസ് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. എണ്ണ ലഭ്യമാകുന്നതിന് മുമ്പ് ഖത്തറിന്റെ സമുദ്ര ജീവിതത്തിന്റെ ജീവനുള്ള ഒരു ഓർമ്മ കഥയാണ് അൽ ഷമാൽ. പഴയ ഗ്രാമങ്ങൾ, കടൽ പാരമ്പര്യം, പിന്നീട് വന്ന നഗരവൽക്കരണം, ഇതെല്ലാം ചേർന്നതാണ് ഈ പ്രദേശത്തിന്റെ കഥ. ഖത്തറിന്റെ ചരിത്രപരമായ ഒരു നിശബ്ദ സാക്ഷി പോലെ അൽ ഷമാൽ പട്ടണം ഖത്തറിന്റെ വടക്ക് ഭാഗത്ത് ഇന്നും നമ്മളെയെല്ലാം ആകർഷിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു.